നമസ്കാരം. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു പെൺകുട്ടി കടന്നു പോകുന്ന അതീവ ഗുരുതരമായ ഒരു OCD പ്രശ്നത്തെക്കുറിച്ചാണ്. ആ പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ വളരെ ആത്മാർത്ഥമായ രീതിയിൽ സൗഹൃദങ്ങൾ പുലർത്തുകയും വളരെ നല്ല രീതിയിൽ സാമൂഹികമായ ജീവിതം നയിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് ആ പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ്. കല്യാണം ഉറപ്പിക്കുകയും അവൾക്ക് വളരെ താല്പര്യപൂർവ്വം ആ കല്യാണത്തിലേക്ക് അവൾ നടക്കുകയും ചെയ്യുന്ന ആ ഒരു വേളയിൽ ഒബ്സസീവായ പല ചിന്തകളും അവളെ പിന്തുടർന്നു തുടങ്ങി. ഒരു ഉദാഹരണത്തിന്, തനിക്ക് പലതരത്തിലുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളുമായി അടുത്ത് ഇടപഴകുകയും അവരുമായി വളരെ നല്ല രീതിയിൽ സൗഹാർദ്ദപരമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തിരുന്ന ആ പെൺകുട്ടി തൻ്റെ ഇത്തരം സൗഹൃദങ്ങൾ അമിതമായ രീതിയിൽ ഉള്ള ഇടപെടലുകൾ ആയിരുന്നുവോ എന്നുള്ള ഒരു ചിന്ത അവളുടെ മനസ്സിൽ ഒരു ഒബ്സഷനായി ഉടലെടുത്തു തുടങ്ങി. ഇത്തരത്തിലുള്ള ഒരു ഒബ്സസീവായ ചിന്ത മനസ്സിൽ വന്നതോടുകൂടി താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് താൻ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ഒരു തോന്നൽ അവളുടെ ഉള്ളിൽ ഉടലെടുത്തു തുടങ്ങി. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ അവൾക്ക് കൃത്യമായി അറിയാം. താൻ ആരുമായും അമിതമായ ഒരു അടുപ്പം സൂക്ഷിക്കുകയോ അമിതമായ രീതിയിൽ അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിലുള്ള ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ആവുകയോ ആ രീതിയിൽ നടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവൾക്ക് പരിപൂർണമായും അറിയാം. എന്നാൽ പോലും ഇത്തരത്തിലുള്ള ഒരു ഒബ്സസീവായ ചിന്തയിൽ താൻ മോശമായ രീതിയിൽ പലരുമായും ഇടപെട്ടു തുടങ്ങിയിരുന്നു, അല്ലെങ്കിൽ പല ആളുകളുമായും അത്തരത്തിൽ മുന്നോട്ട് പോയി എന്നുള്ള ഒരു തെറ്റായ ചിന്ത, ഒരു ഒബ്സസീവായ ചിന്ത അവളിൽ രൂപപ്പെട്ടു തുടങ്ങി. മുൻപ് തൻ്റെ സൗഹൃദങ്ങളിൽ താൻ കാണിച്ചിരുന്ന അടുപ്പത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ട് അത് തെറ്റായിരുന്നോ താൻ ചെയ്തിരുന്നത്, താൻ വേണ്ട രീതിയിലുള്ള അടുപ്പം മാത്രമേ അവരോട് കാണിച്ചിരുന്നുവോ, അല്ലെങ്കിൽ അതിൽ അമിതമായി എന്തെങ്കിലും അടുപ്പം താൻ അവരുമായി കാണിച്ചിരുന്നുവോ എന്നെല്ലാം അവൾ ആലോചിച്ച് ഈ ഒരു ഒബ്സസീവായ ചിന്ത തെറ്റാണ് എന്ന് സ്ഥാപിക്കുവാൻ, അല്ലെങ്കിൽ ആ ഒരു തെറ്റായ ചിന്തയെ പ്രതിരോധിക്കാൻ വേണ്ട ശ്രമങ്ങൾ തുടങ്ങി. അങ്ങനെ മനസ്സിൽ വല്ലാത്ത ടെൻഷൻ വരികയും ഈ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി അവൾ കണ്ടെത്തിയ ഒരേ ഒരു പരിഹാരം എന്നുള്ളത് തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് തനിക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്നു എന്നും ഈ ചിന്തകൾ പലതും സത്യമാണോ എന്ന് തനിക്ക് തോന്നുന്നു എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതായിരുന്നു. അതായത് മനസ്സിൽ കുറ്റബോധം തോന്നുകയും ആ ഒരു കുറ്റബോധം ഇല്ലാതാക്കാൻ വേണ്ടി താൻ ആ രീതിയിൽ നടന്നിരുന്നു എന്നുള്ള രീതിയിൽ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് സംസാരിക്കുകയും ആ സംസാരത്തിലൂടെ ആ കുറ്റബോധത്തിൽ നിന്നും ഒബ്സസീവായ ചിന്തയുണ്ടാക്കുന്ന വല്ലാത്ത ടെൻഷനിൽ നിന്നും പുറത്തു കടക്കാൻ ഉള്ള ശ്രമമാണ് ആ ഒരു പെൺകുട്ടി ആരംഭിച്ചത്. ഇങ്ങനെ ദിവസേന ഇത്തരത്തിലുള്ള ചിന്തകൾ വരികയും താൻ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ അയാളോട് അവൾ കുമ്പസാരിക്കുകയും ചെയ്തു തുടങ്ങി. നമുക്ക് സ്വാഭാവികമായി അറിയാം, എന്നും ഇത്തരത്തിലുള്ള കുമ്പസാരങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നാൽ ഇങ്ങനെ കല്യാണം കഴിക്കാനായി തയ്യാറായിരുന്ന ആ ഒരു വ്യക്തിക്ക് തീർച്ചയായും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ട് പോലും ആ പെൺകുട്ടിക്ക് തനിക്കുണ്ടാകുന്ന ഒബ്സസീവായ ചിന്തകളിൽ നിന്നും പുറത്തു കടക്കാനോ അതിന് പരിഹാരമായി അനാവശ്യമായി കുമ്പസാരിക്കുന്ന തൻ്റെ സ്വഭാവം നിർത്താനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണ് അവൾ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് കടന്നു കയറുന്നത്. ഇനി അവൾക്ക് തീർച്ചയായിട്ടും ഒരു ചികിത്സ ആവശ്യമായി വരുന്നുണ്ട്. ഒരു മരുന്ന് ചികിത്സയിലൂടെ അവൾക്ക് ഇത്തരത്തിൽ ഒബ്സസീവായ ചിന്തകൾ അമിതമായി കടന്നു വരുന്ന പ്രശ്നം മാറ്റിയെടുക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾ വരുമ്പോൾ ഇങ്ങനെ അനാരോഗ്യപരമായ രീതിയിൽ അതിനെ ഒബ്സസീവ് ചിന്തകളെ ഇല്ലാതാക്കാൻ വേണ്ടി കമ്പൽസീവായ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ, അതായത് അനാവശ്യമായി കുമ്പസാരിക്കുന്ന ഒരു രീതി, താൻ കുറ്റബോധം കാരണം ഇല്ലാത്ത കാര്യങ്ങൾ പോലും നടന്നു എന്ന് തുറന്നു പറയുന്ന ഒരു രീതി മാറ്റിയെടുക്കേണ്ട ഒരു പരിഹാര രീതി കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി വഴി അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യവും അവിടെയുണ്ട്.
ഇങ്ങനെ വളരെ ഹെൽത്തിയായി എങ്ങനെ ഇത്തരത്തിലുള്ള ഒബ്സസീവായ ചിന്തകളെ കൈകാര്യം ചെയ്യണം, എങ്ങനെ ഇത്തരത്തിലുള്ള ഒബ്സസീവായ ചിന്തകളെ ഇല്ലാതാക്കണം, ഈ രണ്ട് കാര്യങ്ങളിൽ ഊന്നിയാണ് അവർക്ക് ചികിത്സ ലഭിക്കേണ്ടത്. ഇങ്ങനെ കൃത്യമായ ചികിത്സ ലഭിക്കുകയാണെങ്കിൽ ഇതൊരു OCD പ്രശ്നം കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് ആ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവരുടെ റിലേഷൻ, ആ ഒരു കല്യാണം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ആ ഒരു പെൺകുട്ടിക്ക് അവൾ അനുഭവിക്കുന്ന OCDയിൽ നിന്നും പരിപൂർണമായി പുറത്തു കടക്കാനും സാധിക്കും. അതിന് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള OCD പ്രശ്നങ്ങൾ വരുമ്പോൾ പേടിച്ച് പിന്മാറാതെ, അത് ആരോടും പറയാതെ ഉള്ളിൽ ഒളിപ്പിച്ച് തൻ്റെ ജീവിതം ദുരിതപൂർണമാക്കാൻ അല്ല ആ പെൺകുട്ടി തയ്യാറായത് എന്നത് തന്നെ വലിയ ഒരു ആശ്വാസമാണ്. കാരണം അത് തുറന്നു പറയുമ്പോൾ മാത്രമാണ് ഒരു ചികിത്സയുടെ രീതിയിലേക്ക്, ഒരു പരിഹാരത്തിലേക്ക് ആ പെൺകുട്ടിക്ക് നടന്നെടുക്കാൻ സാധിക്കുന്നത്.